ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എന്താണ് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? മാഷാ അല്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിതാ ഒരുപാട് വിശേഷം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കണേ. അപ്പോൾ കൂട്ടുകാരെ, നീണ്ട 2 മാസത്തെ വെക്കേഷന് ശേഷം ഇന്നിപ്പോൾ ഇതാ സ്കൂൾ തുറക്കുകയാണല്ലേ. നമ്മൾ സ്കൂൾ തുറക്കണ അന്നത്തെ ഒരു വീഡിയോ ആണ് അപ്ലോഡാക്കാൻ വൈകി പോയതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് 2 മാസം ഉമ്മമാർക്കും കുട്ടികൾക്കും ഒരു വെക്കേഷൻ ആയിരുന്നു അല്ലേ. കുട്ടികൾക്ക് മാത്രമല്ല, ഉമ്മമാർക്കൊരു വെക്കേഷനും ലീവൊക്കെ ആയിരുന്നു സ്കൂള് പൂട്ടിയ ആ ഒരു ടൈമിൽ. ഇനിയിപ്പോൾ അതൊന്നും പറ്റൂല. ഇനിയിപ്പോൾ നമ്മളെ പഴയ റുട്ടീനും കാര്യങ്ങളൊക്കെ തുടങ്ങി. എല്ലാവരും തുടങ്ങിയിട്ടുണ്ടാവും. രാവിലെ എണീക്കുക, ഓട്ടപ്പാച്ചിൽ തുടങ്ങുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇത് ഏതായാലും നമുക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ എന്താ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് പുട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനുള്ള പൊടിയൊക്കെ ഒന്ന് ഉതിർത്തി എടുക്കുകയാണ്. ഞാനിതാ ഉതിർത്തി ആദ്യം ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ മിക്സാക്കി കൊടുത്തതിൻ്റെ ശേഷം കൈ വെച്ചിട്ട് ആക്കുക. അപ്പോൾ ഏതായാലും അതിൻ്റെ ഇടയിൽ ചായക്ക് വെച്ച വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചായ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ നമ്മൾ ഇതുവരെ 2 മാസം വരെ നമുക്ക് തോന്നുമ്പോഴൊക്കെയാണ് എണീറ്റ് വന്നിട്ട് അടുക്കളയ്ക്കൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അത് നടക്കൂല. ഇനി സ്കൂള് അടുത്ത വെക്കേഷൻ വരെ രാവിലെ നേരത്തെ എണീക്കുക, അടുക്കളയിൽ കയറുക, ചോറുണ്ടാക്കുക, കറി ഉണ്ടാക്കുക, ചായ ഉണ്ടാക്കുക, മക്കളെ ആദ്യം മദ്രസക്ക് പറഞ്ഞേക്കുക, ഇങ്ങോട്ട് സ്കൂൾക്കുള്ളത്, അങ്ങനെ എല്ലാം കൂടി ആയിട്ട് ഇനിയിപ്പോൾ എല്ലാ അമ്മമാരും തിരക്ക് പിടിച്ച ഇതിലോട്ടല്ല വന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഞാനൊക്കെ ഈ 2 മാസം നേരെ വൈകിട്ടാണ് അടുക്കളയ്ക്ക് വരല്. മദ്രസക്ക് എന്തായാലും കുട്ടികൾ ചായയും കടിയും കുടിക്കൂല. അപ്പോൾ കാൽ ചായ കുടിച്ചിട്ട് എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് തിന്നിട്ടാണ് മദ്രസക്ക് പോവുക. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു പോയോണ്ടിരുന്നത് ഈ 2 മാസം. കുക്കിങ്ങൊക്കെ തുടങ്ങണമെങ്കിൽ 8 മണിയൊക്കെ ആവുമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഏതായാലും അതൊന്നും നടക്കൂല. നേരത്തെ കാലത്ത് തന്നെ അടുക്കളയ്ക്ക് വരണം. സ്കൂളിലേക്കുള്ള ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കണം. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും നേരത്തെ തന്നെ റെഡിയാക്കിയിട്ട് കൊടുക്കണം. കാരണം മദ്രസ ഇട്ട് വന്നിട്ട് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള നേരം കാര്യമൊന്നും ചിലപ്പോൾ ഉണ്ടാകില്ല. അപ്പോഴത്തേന് സ്കൂൾ ബസ്സൊക്കെ പോകും. അപ്പം ഞാനിതൊക്കെ വേഗം പുട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ കറി ഞാൻ തലേന്ന് തന്നെ റെഡിയാക്കി ഫ്രിഡ്ജിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളാകെ 4 പേരുള്ളത് കൊണ്ട് ഒരു ദിവസം വെച്ച കറി നമുക്ക് 2 ദിവസത്തിന് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇനി സ്കൂളൊക്കെ തുറന്ന സ്ഥിതിക്ക് നമ്മൾ കുറച്ച് എളുപ്പപ്പണികളൊക്കെ ഒന്ന് പയറ്റുന്നത് നല്ലതായിരിക്കും. കറിയൊക്കെ വെക്കുമ്പോൾ 2 ദിവസത്തിന് വെക്കുക. അതുപോലെ തലേന്ന് കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാവിലത്തെ ഒരു ഓട്ടപ്പാച്ചിൽ കുറേ കുറക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ മക്കളവിടെ എണീറ്റ് കുളിക്കലും മാറ്റലും ഒക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഇത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചായ റെഡിയാക്കിയിട്ടുണ്ട്. പുട്ട് ഇത് റെഡിയാക്കി ടേബിൾ മേലെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും മക്കളൊക്കെ ഒന്ന് യൂണിഫോമൊക്കെ ഇട്ട് മാറ്റി ഇത് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ യൂണിഫോമൊക്കെ കഴിഞ്ഞ കൊല്ലത്തെ യൂണിഫോമാണ്. പുതിയതൊക്കെ ഇനി അടിച്ച് സെറ്റാക്കിയിട്ട് വേണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ആൾ നിൽക്കണ്. കാരണം ഈ ഒരു നേരത്തൊന്നും അവർ ചായ കുടിക്കലില്ല. 7 മണി നേരത്തൊന്നും ചായ കുടിക്കലില്ല. പിന്നെ മദ്രസ ഇട്ട് വന്നതിന് ശേഷമാണ് ചായ കുടിക്കാൻ നിൽക്കൽ. ഇന്നിപ്പോൾ എങ്ങനെയാണ് അവസ്ഥ എന്നറിയില്ല. വന്നതിന് ശേഷം പിന്നെ ചായ കുടിക്കാൻ നേരമില്ല. 9 മണിക്ക് മദ്രസ വിട്ട് തരിക, 9:30 സ്കൂൾ ബസ് ഉള്ളത്. അപ്പോൾ ആ നേരത്ത് പിന്നെ ഈ നേരത്ത് തിന്നാൻ പോകുന്നൊന്നും അറിയില്ല. അങ്ങനെ ഏതായാലും ഞാൻ ചായക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബുക്കും കാര്യങ്ങളൊക്കെ ബാഗും ഒക്കെ തലേന്നൊക്കെ ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ സ്കൂൾക്ക് ഒന്നും പുതുതായിട്ട് ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. കാരണം കഴിഞ്ഞ കൊല്ലത്തെ ബാഗും ഉണ്ട് കേടുവരാത്തത്, അതിൻ്റെ മുന്നത്തെ കൊല്ലത്തെ ബാഗും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഓര് ഉപയോഗിക്കുന്നത് അതിൻ്റെ മുന്നത്തെ കൊല്ലത്തെ ബാഗാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. കാരണം കൊല്ലം ബാഗ് എടുക്കുമ്പോൾ ബാഗിന് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ നല്ല ബാഗുകളാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേട് വരില്ല. അപ്പോൾ എല്ലാ വർഷവും ഇപ്പോൾ എന്തിനാണ് ബാഗ്
വെക്കണമെങ്കിൽ അതൊക്കെ ഒന്നാണ്ട് കേട് വന്നിട്ട് ഇൻഷാ അള്ളാ അടുത്ത പിന്നെ ക്ലാസ്സൊക്കെ എത്തുമ്പോൾ എടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരാൾ ഓക്കെ എന്നും പറഞ്ഞു കേട്ടോ. അങ്ങനെ ഏതായാലും ഇതാ മുറ്റത്തൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. നേരം വെളുക്കോളം മഴയാണ്. ഇപ്പോൾ പകൽ മഴ കുറവാണ് കേട്ടോ, നേരം വെളുക്കോളാണ് ഇപ്പോഴത്തെ മഴ. അപ്പോൾ നമ്മൾ നായ്ക്കൾ ശല്യം ഉള്ളതുകൊണ്ട് ഇതൊക്കെ നമ്മൾ പിന്നെ സിറ്റൗട്ടിൽ കുറച്ച് ചെടി, ഇൻഡോർ ചെടി സിറ്റൗട്ട് കൊണ്ടുപോയി വെച്ചിനി. അപ്പോൾ അത് രാത്രി കിടക്കുന്ന ടൈമിൽ ഇങ്ങനെ ഒരു ഡൈനിങ് ഹാളിൽ തന്നെ എടുത്ത് വെക്കും കേട്ടോ. പിന്നെ വെയിലും വെളിച്ചൊക്കെ ആകുമ്പോൾ ഞാൻ ഇങ്ങന്നാണ്ട് ഉഷാറായിക്കോട്ടെ വെച്ചിട്ടാണ് സിറ്റൗട്ട് കൊണ്ടുപോയി വെക്കുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ മക്കൾ ചായയൊക്കെ കുടിച്ച് പിന്നെ മദ്രസക്ക് പോവുകയാണ്. അപ്പോൾ മോൻക്ക് കറി പറ്റാതെ ഇപ്പം ഞാൻ എന്താ പഞ്ചസാര ഇട്ട് കൊടുത്തുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഏതായാലും ഇതാ ഒരു ചായയൊക്കെ കുടിച്ച് മാറ്റി റെഡി ആയതാ മദ്രസക്ക് പോവാണ്. മദ്രസക്ക് ഇപ്പോൾ ഇതാ സമയം ഒരു 7:15 കേട്ടോ. 7:00ക്കാണ് മദ്രസ് തുടങ്ങുക. അപ്പോൾ 7:15 ഇതാ മോന് സൈക്കിൾ മേലാണ്ട് പോയിട്ടുണ്ട്. മറ്റാളിതാ ചായയൊക്കെ കുടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പിന്നെ ഫസ്റ്റ് ദിവസമല്ലേ പിന്നെ മദ്രസ് വിട്ട് വരല്ലേ, ഞാൻ പറഞ്ഞേക്കണം 9 മണിക്ക് 9:30ക്കാണ് മദ്രസ് വിടുക. പക്ഷെ ഇവർ നേരത്തെ തന്നെ ഇങ്ങോട്ട് പോരുന്നതാണ്. 9:30ക്കാണ് ഇവർ സ്കൂൾ ബസ് വരിക. അപ്പോൾ 9 മണിക്ക് ഇങ്ങോട്ട് പിന്നെ പോരലാണ് കേട്ടോ. ഉസ്താദിനോട് ചോദിച്ചിട്ട് പോരലാണ്. അങ്ങനെയൊക്കെ. അങ്ങനെ ഇതാ അവരാണ്ട് മദ്രസക്ക് പോയ പാടിനെ നമ്മളും ചായ കുടിച്ചിട്ടാ. ഇനിയിപ്പം ഞങ്ങളെ കാര്യത്തിലൊക്കെ ഒരു എന്താ പറയുക, ഒരു ടൈമിങ്, ഒരു ടൈം ടേബിൾ അനുസരിച്ചേക്കാരട്ടെ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോവുക. സ്കൂൾ ആയാലും അങ്ങനെയാണ്, എല്ലാത്തിനും ഒരു പിന്നെ സമയം നിശ്ചയമൊക്കെ ഉണ്ടാകും. മറ്റത് തോന്നുമ്പോൾ ഇക്കാരം ഓരോരോ കാര്യങ്ങൾ ഇനിയിപ്പോൾ ഒക്കത്തിനൊരു ടൈം ടേബിളായിട്ടാണ്. അപ്പം ഞാനും ഉമ്മയും അല്ല പിന്നെ ചായ അടിക്കാനുള്ളൂ. അപ്പം ഞാനും ഉമ്മയും നമ്മളൊന്ന് നന്നാവുക, ഇനി നേരത്തെ കാലത്ത് തന്നെ ചായയൊക്കെ കുടിച്ച് ശീലമാവുക. മറ്റേ ഒരു മക്കൾ മദ്രസ വിട്ട് വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിട്ട് 9:30 മണിക്കാണ് നമ്മൾ ചായ കുടിക്കൽ. അപ്പം ഞങ്ങൾക്ക് നേരത്തെ കാലത്ത് തന്നെ കുടിച്ച് വലിയ ശീലമൊന്നുമില്ല. പിന്നെ 7:00ക്കൊന്നും ചായ കുടിച്ച് ശീലമില്ല, കുടിച്ചാൽ പോകില്ല കേട്ടോ. അങ്ങനെ ശീലമാക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ നേരത്തെ തന്നെ ചായയൊക്കെ കുടിച്ച് ഞാനിതാ എൻ്റെ പണിക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ചായ കുടിക്കലും പാത്രം കഴുകലൊക്കെ കണ്ട് കഴിഞ്ഞ് നിൽക്കണ്. പിന്നെ വേഗം മുറ്റടിച്ച് വാരിയെടുക്കുകയാണ്. ഇപ്പം നല്ല സുഖമാണ് കേട്ടോ. രാത്രി മഴയും പകൽ വെയിലായതുകൊണ്ട് ഇപ്പോൾ മുറ്റമൊക്കെ നേരത്തെ കാലത്ത് തന്നെ അടിച്ചു വാരി എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് മുറ്റമൊക്കെ ഒന്നാണ്ട് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ചെടി ഇതാ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചെടി നമ്മളിതിങ്ങനെ മാറ്റി മറിച്ചിട്ടാണ് കേട്ടോ ഇൻഡോറിൽ കൊണ്ടുപോയി വെക്കുക. അങ്ങനത്തെ 2-3 ചട്ടിയിൽ ഇതാ ഈ ഒരു സ്പൈഡർ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇൻഡോറിൽ വെച്ചിട്ടുള്ളതൊന്നും ഇങ്ങോട്ട് കളർ മങ്ങിയിട്ടുണ്ട്. ഇനി അത് പുറത്തേക്ക് വെച്ചിട്ട് ഇത് ആണ്ട് ഇൻഡോറിൽ വെക്കൂട്ടാം. അങ്ങനെയൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ മുറ്റടിച്ച് തരുന്ന പണിയൊക്കെ ആണ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം ബാക്ക് ഭാഗം ഇട്ട് അടിച്ചു വാരിയത്. നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ ഫ്രണ്ട് ഭാഗം അടിച്ചു വാരുന്നതാണ്. കാരണം ബാക്ക് ഭാഗമാണ് എപ്പോഴും ഇങ്ങോട്ട് ഉണങ്ങി കിട്ടാനൊരു പണി. മഴ പെയ്താലും ഈ ഇൻ്റർലോക്ക് ഇട്ട ഭാഗം നനഞ്ഞാൽ അടിച്ചു തരാനായിട്ട് പറ്റില്ല, എന്നാലും വെയിലടിച്ച വേഗം ഉണങ്ങി കിട്ടുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ ഞാൻ വേഗം ആദ്യം ബാക്ക് ഭാഗം അടിച്ചു തരിട്ടാണ് മുൻഭാഗം അടിച്ചു തരിയത്. ഇനിയിപ്പോൾ ഇതൊക്കെ വേഗം സിറ്റ് ഔട്ടും കൂടി ഒന്നാണ്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ ഇനി പുറത്തെ കാര്യങ്ങളൊന്നും നോക്കണ്ടല്ലോ, ഇനി അകത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ല. അങ്ങനെ ഇതൊക്കെയാണ് നമ്മളെ സിറ്റ് ഔട്ടും മുറ്റും ഒക്കെ നല്ല ക്ലീനായിട്ട് ഉണ്ട്. ഇനി നമ്മളെ ഇൻഡോറത്തെ ചെടിയും കാര്യങ്ങളൊക്കെ ഒന്നതാ ഞാൻ സിറ്റ് ഔട്ട് തന്നെ ഒന്ന് കൊടുന്ന് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് ഇങ്ങനെ വെയിൽ കാണുമ്പോഴേ ഓരോന്ന് ഉഷാറായിക്കോട്ടെ വിചാരിച്ചിട്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാനിങ്ങനെ ചെടികൾ പുറത്ത് കൊടുന്ന് വെക്കും കേട്ടോ. രാത്രിയാണ് അകത്തേക്ക് എടുത്ത് വെക്കും, കാരണം പുറത്തേക്ക് വെക്കാൻ സമാധാനമില്ല. ഇപ്പോൾ മഴയൊക്കെ ആയപ്പോൾ നായ്ക്കള ശല്യം നല്ലോണം ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ. അപ്പോൾ ചെടിയൊക്കെ ഏതായാലും ഉണ്ട് സിറ്റ് ഔട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതാ ഇനിയിപ്പോൾ നമ്മൾ അടുക്കളത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനും വേണ്ടി ഇതാ നേരെ അടുക്കളയ്ക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ചെടി ഇതാ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ഇല്ലേ അത് മാറ്റിയിട്ട് നമ്മളിപ്പോൾ കൊടുന്ന അത് മാറ്റി വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പം ഞാൻ അത് വല്ലാണ്ട് ഇങ്ങോട്ട് ചീത്തായിട്ടില്ലേ. അപ്പം ഞാൻ അടുക്കളയിലുണ്ട് നമുക്ക് കമ്പി ഉണ്ടല്ലോ വർക്ക് ഏരിയയിൽ, അതിന്മേൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയപ്പോൾ ഉഷാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ 3-4 പോട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം എന്നുള്ളത്. ഇവിടേക്ക് അത്യാവശ്യം വെയിലും കാര്യം തട്ടും കേട്ടോ. ആ ഒരു വൈകുന്നേരം ഉച്ചൻ്റെ ശേഷമുള്ള വെയിലൊക്കെ അവിടേക്ക് നല്ലോണം തട്ടും. അടിച്ചു വാരലാണ്ട് കഴിഞ്ഞപ്പോൾ നല്ലോണം ദാഹവും ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിതൊക്കെ ഫ്രിഡ്ജിൽ ക്യാരറ്റ് ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കല വിചാരിച്ചിട്ട് നോക്കുമ്പോൾ കറണ്ടില്ല. അപ്പോൾ ഏതായാലും ഞാൻ മുറ്റം അടിച്ചു വരുന്ന ആ ഒരു ടൈമിൽ ഉമ്മാക്കുള്ള പണി ചക്കക്കൂട്ടാനൊക്കെ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെ ഉമ്മ കറുമത്തി ഇതൊക്കെ കട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല കയ്പുണ്ട് കേട്ടോ. ആ ഒരു കറുമത്തി ഒന്നിനും പറ്റൂല. പിന്നെ ഇതൊക്കെ ചാമ്പക്ക, മഴയൊക്കെ ആയിട്ട് ചാമ്പക്ക നല്ലോണം വീണ് പോകുന്നുണ്ട്. അപ്പം ഉമ്മ അതാ ചാമ്പക്കൊക്കെ നല്ലോണം കട്ടാക്കി കഴുകി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ. അപ്പോൾ ഏതായാലും ഞങ്ങൾ ചക്കക്കൂട്ടാനൊക്കെ തിന്നാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറൊക്കെ ഒന്ന് ഊറ്റുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല. അപ്പോൾ ആ ഒരു നേരത്തെ ഞാനിങ്ങനെ ഇതൊക്കെ ബാക്ക് ഭാഗം അടിച്ചു വാരിയതൊന്നും നിങ്ങൾക്ക് കാണിച്ച് തന്നതാണ് കേട്ടോ. മറ്റേ ഞാൻ നുണ പറയാമെന്ന് വിചാരിച്ചില്ല നിങ്ങൾ.
അങ്ങനെ ഏതായാലും ഇതാ ഉമ്മ ചക്കക്കൂട്ടാനൊക്കെ നിൽക്കുന്ന പ്ലേറ്റൊക്കെ വിളമ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ചോറ് വേഗം ഊറ്റിയത് ഇതാ നല്ല ദാഹം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നല്ല കഞ്ഞിവെള്ളം ഉപ്പിട്ടതും ചക്കക്കൂട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ലെങ്കിൽ കഞ്ഞും ചക്കക്കൂട്ടാനും കേട്ടോ. അപ്പം ഞാൻ ഏതായാലും ഉപ്പിട്ട കഞ്ഞിവെള്ളം ആക്കാമെന്ന് വിചാരിച്ച് നല്ല ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ വയറ് നിറച്ചും ചക്കക്കൂട്ടാനൊക്കെ കഴിച്ചിട്ട് ഇതൊക്കെ അകത്തെ ക്ലീനിങ് പരിപാടിക്കും വേണ്ടി നിൽക്കുകയാണ്. അപ്പം നമ്മളിന്ന് 7:30 ആയപ്പോഴത്തിന് ചായയും കടിയൊക്കെ കുടിച്ചതുകൊണ്ട് നമുക്കൊരു 10 ആയപ്പോഴത്തിന് നല്ലോണം വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ ചക്കക്കൂട്ടാനൊക്കെ ഉണ്ട് പിത്തുന്നതുകൊണ്ട് ആ ഒരു വിശപ്പും കാര്യമൊക്കെ ഒന്നാണ്ട് അമർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതാ റൂമത്തെ ജനാലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിട്ട് ആകൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഒച്ചപ്പാടുണ്ടാവും കേട്ടോ. കിളികളെ ഒച്ചയും അതുപോലെ പീക്കാക്കുഞ്ഞിന്, ഞങ്ങളിവിടെ പീക്കാക്കുഞ്ഞിന് എന്നിട്ട് പറയില്ല, ഇനി എന്താ പറയുക അറിയില്ല, അതുണ്ട്. ഇപ്പോൾ മഴ ഇപ്പം നല്ലോണം അതിൻ്റെ ഒച്ചപ്പാടുണ്ട് കേട്ടോ. നമ്മളത് ഇവിടെ തോട്ടല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കും നല്ലോണം അതിൻ്റെ ഒച്ചപ്പാടുണ്ട്. രാത്രി ആയാലും പകലായാലും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വീഡിയോയിൽ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ, വോയിസ് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ. അങ്ങനെ ഏതായാലും അകത്തത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാനിതാ മുറ്റത്തെ കുറച്ച് പണികളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ ഇവിടെ ക്ലീൻ ചെയ്യണതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയിട്ടാണ്. അപ്പോൾ ഏതായാലും ഇന്നിവിടെ ഈ ഒരു ടർട്ടിൽ വൈൻ ഒന്നാകെ ഒന്ന് വെച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ ഇത് ഒഴിവാക്കിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞ് നല്ല രസം ഉണ്ടാവും ടർട്ടിൽ വൈൻ ഇങ്ങനെ ഒന്നാകെ വെച്ചാൽ രസം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ്. എനിക്കാണെങ്കിൽ ഇത് പുല്ല് കിടക്കണ പോലെയൊക്കെ തോന്നുന്നു. എനിക്ക് ഇങ്ങോട്ട് അത് ഇങ്ങോട്ട് പറിച്ച് കളഞ്ഞിട്ട് പൊറുതിയോടുണ്ട്, എന്നാലും നല്ല രസമായിട്ട് നിൽക്കണമൊക്കെ ഉണ്ട്. അങ്ങനെ പക്ഷെ തേങ്ങ വീണാൽ ആകെ എരപ്പം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തത്. അപ്പോൾ ഏതായാലും ഇതാ മക്കൾ പിന്നെ ഇന്നിപ്പോൾ 12 മണി വരെ ഉള്ളൂ കേട്ടോ ക്ലാസ്. അപ്പോൾ ഒരു ക്ലാസ്സൊക്കെ കഴിഞ്ഞതാ വന്നിട്ടുണ്ട്, ബുക്കും കിട്ടിയിട്ടുണ്ട്, യൂണിഫോം കിട്ടിയിട്ടുണ്ട്, ഒക്കെ ഇതാ ഒന്നാമത്തെ ദിവസം തന്നെ കിട്ടിയിട്ടുണ്ട്. യൂണിഫോം പാൻറ്റ് കിട്ടിയിട്ടുള്ളൂ, ഷർട്ടും ടോപ്പൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഞാനെൻ്റെ പണിയൊക്കെ നോക്കട്ടെ. അപ്പോൾ ഇതാ സമയം ഇപ്പോൾ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഉള്ള പരിപാടി ഇതൊക്കെ ഞാൻ നല്ലോണം ഒന്ന് കൊത്തിയെടുക്കുകയാണ്, മണ്ണ് ഇതൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ കൈക്കോട്ട് വെച്ചിട്ടൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ടർട്ടിൽ വൈൻ ഇതൊക്കെ നമുക്ക് വെച്ച് കൊടുക്കണമല്ലോ. അപ്പം ഈ തൂങ്ങി നിൽക്കണതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തികേട്. അപ്പം ഞാൻ കൈക്കോട്ട് വെച്ചിട്ട് ഇങ്ങനെ കൊത്തി കൊടുത്തിട്ട് ആദ്യം, അല്ലാഞ്ഞാൽ അത് പറിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാകെ മേപ്പട്ടൊക്കെ കണ്ട് പോന്നിട്ട് ആകെ വൃത്തികേടാകും. അപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് കേട്ടോ, ഇങ്ങനെ കൊത്തി കൊടുത്താൽ ഇങ്ങനെ പറിക്കുമ്പോൾ ആ ഒരു ഭാഗത്തു നിന്നല്ലേ പോരുള്ളൂ. അങ്ങനെ അതൊക്കെ നമ്മളതൊക്കെ ഒന്ന് പറിച്ച് എടുക്കണുണ്ട്. പിന്നെ നമ്മൾ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ട് സപ്പോർട്ടാക്കിയിട്ടാം. ഞാൻ ഇപ്പം ഇങ്ങനെ പറയണത് നമുക്ക് ലൈക്ക് തീരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ മറക്കണം എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടൊന്ന് സപ്പോർട്ടാക്കുക. അതുപോലെ നമ്മളെ ചാനൽ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് എന്തായാലും വേണ്ടില്ല, എന്തെങ്കിലും ഒരു കമൻറ്റായിട്ട് ഒരു ഇമേജെങ്കിലായിട്ട് ഒന്ന് ഇടേട്ടാം. നമുക്കതൊക്കെ ഒരു കാണുമ്പോൾ വീഡിയോ ഇടാനൊരു മോട്ടിവേഷനാണ്. അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ പുല്ലൊക്കെ നല്ല സെറ്റാക്കിയതാ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, മേലത്തെ ആ ഒരു പുല്ലിനൊന്നും പറ്റിയിട്ടില്ല. പുല്ലല്ല, നമ്മൾ ടർട്ടിൽ വൈൻ ഇട്ടാ പുല്ല് എന്നാണ് പറയണത്. നമ്മൾ ടർട്ടിൽ വൈൻ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടർട്ടിൽ വൈൻ്റെ രസം പറയുകയാണെങ്കിൽ ഞാൻ ചട്ടിയിൽ നല്ല വാളും കാര്യങ്ങളൊക്കെ ഇട്ട് കാണ്ട് ടർട്ടിൽ വൈൻ നട്ടിട്ട് ആ ഒരു വൃത്തിക്ക് ഇങ്ങോട്ട് കിട്ടാതായപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിച്ച. ടർട്ടിൽ വൈൻ ആ ഒരു രസത്തിൽ ഇങ്ങോട്ട് ആയി കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കോലുമില്ലല്ലോ കാണാൻ. അപ്പം ഞാൻ എന്ത് പണി ചെയ്ത് ആ ചട്ടിയിൽ നിന്ന് ഈ ചെടി ഒഴിവാക്കിക്കാണ്ട് തെങ്ങിൻ്റെ അടുത്തിൽ ഇങ്ങനെയാണ് കൊടുന്നിട്ടതാണ്. അങ്ങനെ കൊടുന്നിട്ടപ്പോൾ കണ്ടീനി മഴ ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം നനച്ചു ഒന്നും ചെയ്തിട്ട് മണ്ണൊന്ന് ഒന്നിങ്ങനെ കൊത്തി ഇങ്ങനെ കിളിർത്തെടുക്കുക എന്ന് പറയില്ല, അങ്ങനെയും കൂടി ചെയ്തിട്ടില്ല. ഇടയിലാണ് കൊടുന്നിട്ടാണ്. ഇങ്ങനെ മറ്റേ ചെടിയൊക്കെ നനക്കണോ കൊടുത്ത് ഇതിങ്ങനെ നനച്ച് കൊടുക്കും, പടരുകയാണെങ്കിൽ പടർന്നോട്ടെ വിചാരിച്ചിട്ട് ഉണ്ടാവുകയാണെങ്കിൽ. അങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ ഇത് നല്ല ഉഷാറായിട്ടുണ്ട്. അതിൽ കൂടി മഴയും കൂടിയാണ് പെയ്തപ്പോൾ പിന്നെ പാറി മഴ നല്ല ഉഷാറായിട്ടുണ്ടായിട്ടാ. അപ്പം എനിക്ക് തോന്നി ഇത് ഞാൻ ചട്ടിയിൽ കുഴിച്ചിടുമ്പോൾ ഇതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചീഞ്ഞ് പോവും, പിന്നെ ഉഷാറായിട്ട് ഇങ്ങോട്ട് വരൂല, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഇതിങ്ങനെ മണ്ണ് ഇങ്ങനെ ലൂസ് മണ്ണാക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ്ട് വെച്ച് കൊടുത്താൽ മതി, മണ്ണൊന്നും ഇട്ട് നടണ്ടൊന്നും ആവശ്യമില്ല, ഇങ്ങനെ വെച്ച് കൊടുത്താൽ തന്നെ ഇത് ഉണ്ടാവുമെന്ന് മനസ്സിലായി. അപ്പം ഞാൻ നോക്കട്ടെ കേട്ടോ, ഇങ്ങനെ കിളിർത്തിട്ട് ഞാൻ അതിൻ്റെ മുകൾക്ക് മണ്ണൊന്നും ഇട്ട് കൊടുക്കണില്ല, അതേപടി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, മൂത്തച്ഛൻ്റെ മക്കളാണ് കേട്ടോ, ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അവർ പിന്നെ വരികയാണ്. അപ്പോൾ ഒരു വീഡിയോയിൽ പെട്ടതാണ് കേട്ടോ, പെട്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഒരു മോനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാം, അപ്പം ഉമ്മാൻ്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ.
അപ്പോൾ ഓരോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഇതാ എൻ്റെ പണിയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോഴാണ് കേട്ടോ ഇവിടെ ഒരു ചട്ടിയിൽ ടെട്ടിൽ വൈൻ ഇതും തന്നെ ഞാൻ ഇവിടെ ഒരു ചട്ടി കാലി എടുക്കണം കണ്ടപ്പോൾ വെറുതെ ആയിക്കൊണ്ട് കൊടുന്നിട്ടതാണ്. അപ്പോൾ നോക്കുമ്പോൾ അതും നല്ല ഉഷാറായിട്ടുണ്ടായി. പോരാത്തതിന് മതിൽമേലൊക്കെ പടർന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വേരോട് കൂടി ഇങ്ങോട്ട് ഞാൻ എടുത്തിട്ട് ഇതൊക്കെ ഇങ്ങനെ വിരിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വീട്ടിൽ ശരിക്കും നോക്കിയാൽ മനസ്സിലാവും. വിരിച്ച് അങ്ങനെ കൊടുക്കുകയാണ്. പിന്നെ നമുക്കിപ്പോൾ ഈ ഒരു തെങ്ങിൻ്റെ ഈ തട മുഴുവനായിട്ട് എടുക്കണമല്ലോ, കണ്ടില്ല ഇത് അടിയിലേക്കൊന്നും പോയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ വേരും കാര്യങ്ങളും അടിയിലുള്ള മണ്ണ് അതേമാതിരി ഇട്ട പോലെ കിടക്കുന്നുണ്ട്. ആ മേലിൽ നിന്ന് ഇങ്ങോട്ട് പറിച്ചെടുക്കുകയാണ് ഇപ്പോൾ ഞാനത്. നല്ല ഉഷാറായിട്ട് കിട്ടി. ഇനിയിപ്പോൾ അത് ഇതൊക്കെ ഒന്നാണ്ട് ഇങ്ങോട്ട് വിരിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഇത് 2 ചട്ടിയിലായിട്ട് ഉണ്ട് കേട്ടോ. ഞാൻ അതേപോലെ ഇങ്ങനെ കാലി ചട്ടി നമ്മൾ ഒഴിവാക്കിയ ചട്ടികളൊക്കെ കാണുമ്പോൾ വെറുതെ ഇല്ലാണ്ട് ഇടുന്നതാണ്. അപ്പോൾ ഉണ്ടായതാണ് ഇപ്പോൾ ഈ ഒരു 2 ചട്ടിയിലും. അങ്ങനെ ഇതൊക്കെ ആ 2 ചട്ടിയിട്ടും ഞാൻ എടുത്തുകാണ്ട് തെങ്ങ് തടത്തിൽ കൊണ്ടുപോയി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല നല്ല ഉഷാറായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മാമിൻ്റെ തട്ടിക്കൂട്ട് ബിരിയാണിയാണ്, അല്ല തട്ടിക്കൂട്ട് ചെടിയാണ്. ഇത് ഫുള്ള് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ആരും മൈൻഡാക്കണ്ട, ഫുള്ള് പ്ലാസ്റ്റിക്. അപ്പോൾ ഈ സംസാരിച്ചത് മൂത്തച്ഛൻ്റെ മോനായിട്ട്. ആൾ ഭയങ്കര സാധനമാണ്. അപ്പോൾ ഞാൻ വീഡിയോ അവിടെ പിന്നെ വെച്ചപ്പോൾ ഞാൻ അറിയാതെ എടുത്തതാണ് വീഡിയോ. അങ്ങനെ പറയണത് ഞാൻ കേൾക്കുന്നുണ്ട്. എൻ്റെ വിചാരം ഓന് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് വെച്ചിട്ട് കുത്തിറക്കുകയാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യണ സമയത്താണ് കേട്ടോ ഓൻ പറഞ്ഞ ഡയലോഗ് വീഡിയോ ആക്കി എടുത്തിട്ടുള്ളത് മനസ്സിലായത്. അങ്ങനെ എൻ്റെ ട്രൈപ്പോഡ് പിടിച്ചിട്ടാണ് ഇങ്ങനെ വ്ലോഗ് എടുക്കണ മാതിരി ഇങ്ങനെ പറയാണ്. അപ്പോൾ ഓണാക്കിയിട്ട് ഞാൻ വിചാരിച്ചതാണ് ഞാൻ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ പറയും. എൻ്റെ മോനാണെങ്കിലും പിന്നെ ഓനാണെങ്കിലൊക്കെ എന്നെ കളിയാക്കും. നിങ്ങളെ സബ്സ്ക്രൈബും ഇല്ല, നിങ്ങൾക്ക് വ്യൂസും ഇല്ല, ലൈക്കും ഇല്ല, ആരും ചെയ്യണില്ല, നിങ്ങൾക്ക് അങ്ങനെ കളിയാക്കും കേട്ടോ. നിങ്ങൾക്ക് ലൈക്കൊന്നും കിട്ടൂല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെ ഇങ്ങനെ കളിയാക്കും. ആയിക്കോട്ടടാ, പിന്നെ എനിക്ക് ഒരു ദിവസം വരും ലൈക്കും പിന്നെ വ്യൂസൊക്കെ വരും, അപ്പം ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടാണ് ആൾ പിന്നെ അവിടെ നിന്ന് പോയത്. എന്നെ എപ്പോഴും കളിയാക്കും ഞാൻ വീഡിയോ എടുക്കണത് കണ്ടാൽ. അങ്ങനെയൊക്കെ. അപ്പോൾ ഏതായാലും നമ്മൾ വർത്താനത്തിൻ്റെ അടിയിൽ പിന്നെ അവിടെ ഒരു ചട്ടിയിലും കൂടി ഉണ്ടായിട്ട് ടെട്ടിൽ വൈൻ. അപ്പോൾ ഉമ്മ ഇട്ട് കൂർമാക്കി തന്നത് ഈ ഒരു ചട്ടിയിലൊരു വൃത്തിയില്ല, അത് നല്ലൊരു ചെടീനെ പിന്നെ കേടെടുത്താൻ ആ ടെട്ടിൽ വൈൻ എടുത്തുകൊണ്ട് അതിൽ കൊണ്ടുപോയി ഇട്ടൊക്കെ പറഞ്ഞ് അങ്ങനെ അതും അവിടെ കൊണ്ടുപോയി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ആ ചട്ടിയിലുള്ള മണ്ണൊക്കെ ഞാനൊരു പിന്നെ ചട്ടിക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും റിപ്പോർട്ട് എന്തെങ്കിലും ചെടിയൊക്കെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉഷാറാക്കി എടുത്തിട്ട് ആ മണ്ണ് ഉപയോഗിക്കല്ല, വെറുതെ മണ്ണ് ഒഴിവാക്കണ്ടല്ലോ. അങ്ങനെ ആ ഒരു ഭാഗമൊക്കെ ഒന്നാണ്ട് നമ്മൾ ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചട്ടി ഇതാ തേങ്ങ വീണുകാണ്ട് പൊട്ടിയതാണ് കേട്ടോ. ഒഴിവാക്കാൻ തോന്നണില്ല. നമുക്ക് എന്തെങ്കിലും പുതുതായിട്ട് നട്ടുപിടിപ്പിക്കണമെങ്കിലും ഒക്കെ ഒന്ന് നല്ലതാണല്ലോ വിചാരിച്ചിട്ട് അത് ഒഴിവാക്കാതെ വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഉണങ്ങിയ ഇലയും കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാ ചെടീൻ്റെതൊക്കെ ഒന്ന് കട്ടാക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുഴുവനായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട. അപ്പോൾ ഈ ഒരു ചെടിയില്ല, ഈ ഒരു ചെടീൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല, ഒരു കെയറിങ് ആവശ്യമില്ല കേട്ടോ. വളം ഇട്ട് കൊടുക്കണ്ട, വെള്ളം ഒഴിച്ചില്ലാച്ചിട്ടും പ്രശ്നമില്ല, നല്ല ഉഷാറായിട്ട് ഉണ്ടാകും ചെയ്യും. പിന്നെ കുറേ കഴിയുമ്പോൾ ഇല ഉണങ്ങി പോകുമ്പോൾ ഇല വെട്ടി കൊടുത്താൽ അടുത്ത ഇല നല്ല ഉഷാറായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത്രയൊക്കെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഓക്കേ.